ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പിസ്സൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പിസ്സ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് ഇതുവരെ കാണിക്കാത്ത ഒരു അടിപൊളി പിസ്സൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. റാഞ്ച് പിസ്സ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. റാഞ്ച് പിസ്സ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സോസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പിസ്സ ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ഡൊമിനോസ് പിസ്സയിലാണ് കേട്ടോ. അവർ ആണ് ഇത് ഫസ്റ്റ് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയത്. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഷോപ്പിലേക്കൊക്കെ ഈ ഒരു റാഞ്ച് പിസ്സ പിന്നെ വരാൻ തുടങ്ങിയത്. 94-ലാന്ന് തോന്നുന്നു അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു റാഞ്ച് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കണമല്ലോ, മാവ്. അപ്പോൾ ഞാനതൊരു 4 കപ്പ് മൈദ വെച്ചിട്ടാണ് ഈ ഒരു പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് കേട്ടോ. 4 കപ്പ് മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇടാൻ വേണ്ടി പോണത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കണം, എന്നാലാണ് പിസ്സൻ്റെ മാവ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ 2 ടീസ്പൂൺ നിറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയാണ് വേണ്ടി കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്. ഇതും മീനും മസ്റ്റാണ്. ഈ ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് ഇനി ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല. ഒരിത്തിരി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് ഈ മാവ് വേണ്ടിയത്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒരു ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാകണ വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഭയങ്കര സ്റ്റിക്കി അല്ല, എന്നാലും ചെറുതായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തൊടുന്ന സമയത്ത് വല്ലാണ്ട് ഒട്ടൂല, എന്നാലും ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടിയത്. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആകണ വരെ കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ടാണ് കുഴക്കണമെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചിട്ട് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തന്നെ വെച്ചിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂറാണ് ഞാനിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല കേട്ടോ. എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ പിന്നെ വേണ്ടത് ഞാൻ തക്കാളി കുരു കളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മഷ്റൂമാണ്. മഷ്റൂം ഞാനിവിടെ എടുത്തത് ടിന്നിലുള്ളതാണ് കേട്ടോ. ഫ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു മഷ്റൂം എടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതായത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുക്കുന്നത് പാപ്രിക്കയാണ്, ഒരു 1/2 ടീസ്പൂണ്. പാപ്രിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് മുളക് പൊടി കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഫില്ലിങ് മസാല തേച്ചിട്ട് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മെയിൻ സാധനം എന്ന് പറയുന്നത് റാഞ്ച് സോസ്. അപ്പോൾ ഈ റാഞ്ച് പിസ്സ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് അതിൻ്റെ റാഞ്ചിൻ്റെ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഫ്രഷ് ക്രീമാണ്. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഞാൻ അളന്ന് വെച്ചതാണിത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ ക്രീം എടുക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം മയോണൈസ് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് മയോണൈസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം അളവ് തന്നെ തെറ്റിപ്പോവാണ്ട് എടുക്കണേ. അപ്പോൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ മയോണൈസ് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒനിയൻ പൗഡറാണ്, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ. പിന്നെ വേണ്ടത് ഡ്രൈഡ് ബേസിലാണ്, നമ്മളെ തുളസിൻ്റെ ഇല ഉണക്കിയത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് ബേസിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. ഇത് രണ്ടും നമ്മൾ പിസ്സയിലിടുന്ന സാധനങ്ങളാണ് കേട്ടോ. അതിങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ ഒരു ഒറിഗാനോ എന്ന് പറയുന്നത്, ബേസിൽ എന്ന് പറയുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. മയോണൈസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. ഫ്രഷ് ലെമൺ പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാം ഒരു സോസ് പോലെ ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ടൈം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു റാഞ്ച് സോസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പിസ്സൻ്റെ ബേസിൽ തേച്ച് കൊടുക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തേച്ച് കൊടുക്കും. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ബോൺലെസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഭയങ്കര ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു സൈഡ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ടിട്ടും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ വെന്തണോ എന്നുള്ളത്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെന്തണോ എന്നുള്ളത്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഡ്രൈ ആവണ്ട, ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഈ സെയിം എണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ.
ഇനിയിപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മാവ് ഇവിടെ 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തതാണിത്. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിണ് ട്ടോ. ഈ ഒരു രീതിയിൽ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ചില സ്ഥലത്ത് നമ്മളെ എന്താ പറയുക കാലാവസ്ഥേൻ്റെ ഇതുപോലെ ചിലപ്പോൾ 1 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു സൈസിലാകണ വരെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അത് പൊന്തി വന്ന ആ ഒരു മാവ് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉരുളാക്കിയിട്ട് മുറിച്ചെടുക്കാം ട്ടോ. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള പിസ്സ ആണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ വലുപ്പത്തിലുള്ള ഉരുള എടുക്കണം കേട്ടോ. നിങ്ങൾ ഏത് പ്ലേറ്റിലാണോ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു മാവ് 4 എണ്ണമായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. 4 മാവ് ഉരുളായിട്ടാണ് ഞാനിപ്പോൾ ഈ മൊത്തത്തിലുള്ളതിനെ ഉരുട്ടിയെടുക്കുന്നത്. 4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ പിസ്സ ഡോ പരത്തുന്ന സമയത്ത് നമ്മൾ അടിയിൽ മൈദപ്പൊടി അല്ല കേട്ടോ ഇടുക. നമ്മൾ കോൺ മീലാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം കോൺ മീൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതായത് നല്ല റൗണ്ടിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ ആദ്യത്തെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ അടിയിൽ ഒലിവ് ഓയിൽ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതാ ആ ഒരു പരത്തി വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു പ്ലേറ്റിൻ്റെ അതേ സെയിം വലുപ്പത്തിലേക്ക് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് പരത്തുന്ന സമയത്ത് തന്നെ അതങ്ങ് പ്രസ്സായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ച് കൊടുക്കുന്ന ഈ ഒരു റാഞ്ച് സോസാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റാഞ്ച് സോസ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടി തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല കട്ടി തന്നെ കംപ്ലീറ്റ് ആ ഒരു പിസ്സേൻ്റെ ബേസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അറ്റത്തേക്ക് വേണ്ട, അതിൻ്റെ ആ ഒരു സൈഡിൽ എത്തണ വരെ ഒന്ന് പരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടി തന്നെ ഞാൻ ഈ ഒരു സോസ് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെഡാർ ചീസാണ് കേട്ടോ. ആദ്യം ഞാൻ എടുക്കുന്നത് ചെഡാർ ചീസാണ്. അതിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 2 തരത്തിലുള്ള ചീസ് ഇടുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൊസറല്ല ചീസ് മാത്രമല്ലാണ്ട് ഈ ഒരു ചെഡാർ ചീസും കൂടെ മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനേക്കാളും ടേസ്റ്റ് കിട്ടും. ശരിക്കും ഷോപ്പത്തെ ടേസ്റ്റ് അല്ല, അതിനെക്കാട്ടും ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് ഞാൻ ചെഡാർ ചീസ് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി അടുത്ത അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ തന്നെ ഉള്ളൂ പിസ്സ നല്ല ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. ഈ പിസ്സ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചീസാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടി തന്നെ ഞാൻ ചീസ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ചീസൊക്കെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ആദ്യം ഞാൻ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇന്ന സാധനം ഒന്നുമില്ല, ഇഷ്ടമുള്ള വെക്കാം. ഈ ഒരു ചിക്കന് പകരം വേണമെങ്കിൽ ചെമ്മീനോ ബീഫോ മട്ടനോ ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ചതിന് പകരം നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ടിടണമെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ടിടണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ആ ഒരു ചിക്കൻ ഞാൻ എല്ലായിടത്തും ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിക്കനും കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് മഷ്റൂമിൻ്റെ പീസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് അതും വെച്ച് കൊടുക്കാം. ഇതൊന്നും വേറെ വേവിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ പാനിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ഒരു നമ്മളെ ഷോപ്പ് സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വേവിക്കാണ്ടെടുത്തത്. അപ്പോൾ തന്നെ ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ഒലീവ്സാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഒലീവ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഞാൻ കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 210 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവുക ചെറുതായിട്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ രണ്ടാമത്തെ ഇതാ പരത്തി വെച്ചിട്ടുണ്ട്. അടുത്തിനി സാധാ പിസ്സ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പിസ്സ സോസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ ഒരു സോസിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പിസ്സൻ്റെ വീഡിയോ കാണിച്ചതിലൊക്കെ ഉണ്ട് കേട്ടോ. ലിയാൻസ് കിച്ചൺ പിസ്സ എന്ന് അടിച്ചാൽ ഒരുപാട് പിസ്സകൾ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നോക്കിയാൽ മതി. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. എല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുപ്പിയിൽ വാങ്ങിക്കാനും വേണ്ടി കിട്ടും കേട്ടോ, റെഡിമെയ്ഡ് സോസ്. അപ്പോൾ ദാ ആ ഒരു സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം നമ്മൾ ആദ്യം ചെഡാർ ചീസ് ഇട്ട് പിന്നെ ദാ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫില്ലിങ് ഓരോന്നോരോന്നായിട്ട് ആദ്യം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ അതാ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, തക്കാളിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കാൻ പാടുള്ള. ഇനിയിപ്പോൾ അതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഷ്റൂം ഇട്ട് കൊടുത്ത് പിന്നെ അതാ ഒലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുക. ഇതും ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 ഞാൻ ഒന്നിച്ചിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഞാൻ റാഞ്ച് പിസ്സയാണ് ഉണ്ടാക്കിയത്, 2 സാധാ നോർമൽ പിസ്സയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം 4 പിസ്സ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ ബേക്ക് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ റാഞ്ച് പിസ്സ ഇവിടെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്താണ് കേട്ടോ. 210 ഡിഗ്രിയിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്, കാരണം ഇത് അലുമിനിയം പ്ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ.
അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഇത് ചൂടാറാണ്ട് നമുക്ക് ഈ അലൂമിനിയം പ്ലേറ്റിലാകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സോസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചീസ് അതിൽ പറ്റി പിടിച്ചിട്ട് എടുക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ചൂടാറണ വരെ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ചിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകത്തിലാണ് വന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ പിസ്സ മാത്രം കഴിച്ച ആരെങ്കിലും ആണുങ്ങളെങ്കിൽ ഇതെന്തായാലും ഒരിക്കലെങ്കിലും തിന്ന് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു റാഞ്ച് സോസ് ഇല്ലേ, ഞാനത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തതാണ്. ഇത് സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ ഈ ഒരു റാഞ്ച് സോസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പിസ്സ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇത് ബേക്ക് ചെയ്യാനും ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ നമുക്ക് ചെമ്പിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്രൈ പാനിൽ ഉണ്ടാക്കണമൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അടിപൊളി റാഞ്ച് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, റാഞ്ച് പിസ്സ കേട്ടോ. ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നാണ്, നല്ല സൂപ്പറായിട്ട് വന്നാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോപ്പത്തെ അതേപോലെ തന്നെ സെയിം ടേസ്റ്റിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സാധാരണ പിസ്സ ഞാനിവിടെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ പിസ്സയും ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രശ്നമല്ല കേട്ടോ, ചൂടോടുകൂടി മുറിച്ചൊക്കെ എടുക്കുക. കാരണം ഇത് അടിയിൽ നമ്മളെ ബട്ടർ പേപ്പറും ഉണ്ട്, പിന്നെ ആണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രവുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതാ ഇത് നമുക്ക് ചൂടോടുകൂടി ഒന്നെടുക്കാം. അപ്പോൾ അതാ ഇത് നമ്മളെ സാധാരണ പീസാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, കൈ കൊണ്ട് എടുക്കാൻ തന്നെ ഒരു നല്ല പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് സാധാരണ പിസ്സ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സോസിൻ്റെ രീതിയിലാണ് മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു തക്കാളിൻ്റെ സോസല്ല വരിക, മറ്റേ റാഞ്ചിലാകുന്ന നേരം ഫുള്ള് നമ്മളെ ക്രീമും ചീസും വെച്ചിട്ടുള്ള ടേസ്റ്റാണ് അതിൽ വരിക. അപ്പോൾ രണ്ടും അടിപൊളി തന്നെയാണ്. എന്നാൽ ഈ ഒരു റാഞ്ച് പിസ്സ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.